നമസ്കാരം. പ്രധാന വാർത്തകൾ. പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചെർപ്പുളശ്ശേരി നഗരസഭയിൽ വികസന സെമിനാർ ബഹിഷ്കരിച്ച് പ്രതിപക്ഷമായ UDF-ഉം BJP കൗൺസിലറും. തങ്ങളുടെ പ്രതിനിധികളെ ക്ഷണിച്ചില്ലെന്ന് UDF കൗൺസിലർമാർ. വികസന സെമിനാർ രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റിയെന്നും ആരോപണം. ഒറ്റപ്പാലം നഗരസഭയിലും വികസന സെമിനാർ നടത്തി. വാർഡ് സഭകൾ മുഴുവനായും പൂർത്തിയാക്കാതെയാണ് വികസന സെമിനാർ നടത്തിയതെന്ന് UDF. സ്ഥലത്തേക്ക് പ്രതിഷേധ മാർച്ച്. കോടികൾ ചെലവഴിച്ച് നിർമ്മാണം നടത്തിയ മുണ്ടൂർ തൂത പാതയിൽ ദുരിതമൊഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ പാതയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. അശാസ്ത്രീയമായ നിർമ്മാണമാണ് കാരണമെന്ന് കോൺഗ്രസ്. മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ ഉദ്യാന നവീകരണം ഏറ്റെടുത്ത് കമ്പനി കരാർ വ്യവസ്ഥ ലംഘിച്ചതായി കണ്ടെത്തൽ. വ്യവസ്ഥയ്ക്കെതിരായി ഉദ്യാനത്തിലെ വരുമാനം കമ്പനി സ്വന്തമാക്കിയെന്നും ഈ തുക തിരിച്ചടയ്ക്കണമെന്നും ജലസേചന വകുപ്പ്. ഇനി ഉദ്യാനം നടത്തിപ്പ് ഇറിഗേഷൻ വകുപ്പ് നേരിട്ട് നടത്തും. പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ 5 വർഷം നടപ്പാക്കിയ കാര്യങ്ങൾ വെർച്വൽ ഷോയിലൂടെ അവതരിപ്പിച്ച നജീബ് കാന്തപുരം MLA. ക്ഷണിക്കപ്പെട്ടവർക്ക് മുന്നിലായിരുന്നു MLAയുടെ വെർച്വൽ ഷോ. മണ്ഡലത്തിൽ നടപ്പാക്കിയ കാര്യങ്ങൾ ദൃശ്യങ്ങൾ സഹിതം വിവരിച്ച് MLA. മണ്ണാർക്കാട് കുമരംപുത്തൂരിൽ പട്ടാപ്പകൽ യുവതിയുടെ സ്വർണ്ണമാല കവർന്നു. വയലിലൂടെ നടന്നു പോകുമ്പോഴാണ് അജ്ഞാതൻ 1.25 പവൻ വരുന്ന മാല കവർന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. വാർത്തകളിലേക്ക് വിശദമായി. ചെർപ്പുളശ്ശേരി നഗരസഭ വികസന സെമിനാർ സംഘടിപ്പിച്ചു. PP സുമോദ് MLA വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭയുടെ 2026-2027 വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് വികസന സെമിനാർ നടത്തിയത്. EMS ഹാളിൽ നടന്ന വികസന സെമിനാർ PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. അധികാര വികേന്ദ്രീകരണത്തിലൂടെ വലിയ പുരോഗതി നാട്ടിൽ നടപ്പാക്കാൻ കഴിഞ്ഞെന്ന് MLA പറഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ് പഞ്ചവത്സര പദ്ധതികൾ നമ്മുടെ രാജ്യത്ത് ആരംഭിച്ചത്. 1920കളിൽ സോവിയറ്റ് റഷ്യയിൽ ജോസഫ് സ്റ്റാലിൻ തുടക്കം കുറിച്ച പ്രധാനപ്പെട്ട ഈ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് 1951 ഉണ്ടാവുകയും ഓരോ 5 വർഷവും നമ്മുടെ രാജ്യം വ്യവസായ മേഖലക്കകത്ത്, കാർഷിക മേഖലക്കകത്ത് ഒക്കെ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാഴ്ചപ്പാടിൻ്റെ കൂടി ഭാഗമായി 14ാം പഞ്ചവത്സരയുടെ ഭാഗമായി ഇവിടെ ചെർപ്പുളശ്ശേരി നഗരസഭയിൽ വികസന സെമിനാർ അവതരിപ്പിക്കുമ്പോൾ നിങ്ങളും ഞാനും മനസ്സിലാക്കുന്നത് പോലെ ജനകീയാസൂത്രണ പ്രസ്ഥാനം 30 വർഷം പിന്നിടാൻ വേണ്ടി പോകും. 3 പതിറ്റാണ്ട് കൊണ്ട് നമ്മുടെ കേരളത്തിൽ വന്ന മാറ്റം, നേരത്തെ ഒരു 35 വർഷം മുമ്പ് ഒരു നഗരസഭ ചെയർമാന് ഒരു 2 ലക്ഷം രൂപ മാറ്റണമെങ്കിൽ തിരുവനന്തപുരത്ത് പോകും. നിങ്ങൾ സെക്രട്ടേറിയറ്റിൽ പോയി ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കണം. കനിഞ്ഞു. എന്നാൽ അത് മാറി ഫണ്ടും അധികാരവും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വാരിക്കോരി കൊടുത്തപ്പോൾ 96-ന് ശേഷം നമ്മുടെ നാട് അതിവേഗത്തിൽ മാറുന്ന സാഹചര്യം ഉണ്ടായി. അധികാരം വികേന്ദ്രീകരിക്കപ്പെട്ടു. നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയ അധ്യക്ഷയായി. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് നഗരസഭാ കരട് പദ്ധതി രേഖ. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസനം തുടങ്ങിയ മേഖലകളിൽ കാര്യക്ഷമമായ ഉൽപാദന വർധന ലക്ഷ്യമിടുന്നു. LSS, USS പരിശീലനം, സായാഹ്ന കോച്ചിംഗ് ക്ലാസ്, സർഗവേദി തുടങ്ങി വിദ്യാഭ്യാസ മേഖലയിലും പ്രാധാന്യമുള്ള പദ്ധതികൾ നടപ്പാക്കാൻ ലക്ഷ്യമിടുന്നു. ആരോഗ്യമേഖലയിൽ ക്യാൻസർ രോഗികൾക്ക് സഹായം, കരൾ ശസ്ത്രക്രിയ ചെയ്തവർക്ക് മരുന്ന് എന്നീ പദ്ധതികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പശ്ചാത്തല മേഖലയിൽ കച്ചേരിക്കുന്ന് പാർക്ക്, പൊതുവിദ്യാലയങ്ങളിൽ പ്രീ പ്രൈമറി കുട്ടികൾക്ക് പാർക്ക്, പൂന്തോട്ടം, ഹാപ്പിനെസ് പാർക്ക്, ഓപ്പൺ ജിംനേഷ്യം, നഗരസഭയ്ക്ക് ആംബുലൻസ് വാങ്ങൽ എന്നീ പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. 24 കോടിയുടെ കരട് പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. വികസന പദ്ധതികളുടെ കരട് രൂപരേഖ വികസനകാര്യ സ്ഥിരസമിതി ചെയർപേഴ്സൺ K. അനിത അവതരിപ്പിച്ചു. വൈസ് ചെയർമാൻ C. ജയകൃഷ്ണൻ, സ്ഥിരസമിതി ചെയർപേഴ്സൺമാരായ VP സമീജ്, U. രേഷ്മ, മുൻ നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ, ആസൂത്രണ സമിതി അംഗങ്ങളായ K. നന്ദകുമാർ, K. ബാലകൃഷ്ണൻ, KK സൈതലവി എന്നിവർ സംസാരിച്ചു. ചെർപ്പുളശ്ശേരി നഗരസഭയുടെ വികസന സെമിനാർ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. അവഗണന നേരിട്ടു എന്നാരോപിച്ചായിരുന്നു പ്രതിപക്ഷാംഗങ്ങൾ വികസന സെമിനാർ ബഹിഷ്കരിച്ചത്. സെമിനാറിൽ ഭരണപക്ഷ പാർട്ടികളുടെ പ്രതിനിധികളെ മാത്രം ക്ഷണിച്ചുവെന്നും പ്രതിപക്ഷത്തെ പൂർണ്ണമായും അവഗണിച്ചുവെന്നുമാണ് പരാതി. അതിൻ്റെ പദ്ധതി നിർവഹണ നടപടിക്രമങ്ങളുടെ ഒടുവിലത്തെ പരിപാടിയാണ് വികസന സെമിനാർ. ഇതിൻ്റെ വർക്കിംഗ് ഗ്രൂപ്പുമായും അതുപോലെ തന്നെ വാർഡ് സഭകളുമായും ഒക്കെ ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്.
ഈ വികസന സെമിനാറിൽ ഞങ്ങളുടെ സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെ ഇതിലേക്ക് വിളിക്കാറുണ്ട്. കാരണം ഇതെല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണത്തോടു കൂടി മാത്രമേ നമുക്ക് ഒരു നഗരസഭയുടെ ഒരു വർഷത്തെ വാർഷിക പദ്ധതി കോടികൾ ചെലവഴിക്കണമെങ്കിൽ എല്ലാവരുടെയും സഹായവും സഹകരണവും വേണം. അതിന് ബദലായി CPM അവരുടെ ഘടകകക്ഷികളെ മാത്രം വിളിച്ച് പാർട്ടി പരിപാടിയാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, ഞങ്ങൾ ഈ വികസന സെമിനാർ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ കൗൺസിലർമാർ, ഞങ്ങളുടെ കൂടെ ഞങ്ങൾ എഴുതി കൊടുത്തു വന്നിട്ടുള്ള മെമ്പർമാർ അവരെല്ലാവരും ഈ യോഗം ബഹിഷ്കരിക്കുകയാണ്. ഇന്ന് നടന്ന മാതിരി സെമിനാർ ഇതുവരെയുള്ള നമ്മളെ എക്സ്പീരിയൻസിലും പരിചയത്തിലും കണ്ടത് എന്ത് രീതിയിലാണ് ഇത്ര രാഷ്ട്രീയ രീതിയിൽ ഇത് ഓരോ വിഷയത്തെയും ഇവർ കാണുന്നതെന്ന് മനസ്സിലാകുന്നത്. കൂട്ടായിട്ടുള്ളൊരു ഭരണസമിതിയാണ്, എല്ലാവരും ഒരു കുടുംബമാണ്, എല്ലാ പ്രവൃത്തിയും അങ്ങനെയാണെന്നൊക്കെ വാക്ക് തോരില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഈ പ്രവൃത്തി കാണുന്ന ഇത്രയധികം ഒരു രീതിയിലുള്ള പ്രവർത്തനം ഇവരെ ഭാഗത്ത് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാം ഇത് സഹകരിക്കില്ല എന്ന് മാത്രമല്ല, ഇതിൽ എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ ആ രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് ഈ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരും. അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് ഒരു വർഷം മുന്നിൽ കണ്ടുകൊണ്ട് വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിന്നാണ് UDF കൗൺസിലർമാരും നഗരസഭയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വികസന സെമിനാർ നഗരസഭ തീരുമാനിച്ചു. ആ വിവരം ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജനപ്രതിനിധികളുടെ ഗ്രൂപ്പിൽ അതിൻ്റെ ഒരു പോസ്റ്റർ ഇട്ടാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ കരുതിയത് ജനപ്രതിനിധികളും ഒപ്പം വാർഡിൽ നിന്നും നിർദ്ദേശിക്കപ്പെടുന്ന 5 ആളുകളുമാണ് ഈ വികസന സെമിനാറിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് വന്നു നോക്കുമ്പോൾ ചെർപ്പശ്ശേരിയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പലരും സ്റ്റേജിൽ വലിഞ്ഞു കയറിയിരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ഞങ്ങൾ അതുമായി അതിൽ ചർച്ച ചെയ്തപ്പോൾ അവരെയൊക്കെ വിളിച്ചതും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ഒന്നും പങ്കെടുപ്പിക്കാതെ ചെർപ്പശ്ശേരിയുടെ വികസനം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന തരത്തിലൊരു ഏകപക്ഷീയമായ സമീപനവുമായി ആണ് നഗരസഭാ ഭരണസമിതിക്ക് നേതൃത്വം നടത്തുന്നവർ കൊണ്ടുപോകുന്നത്. ഇത്തരത്തിൽ പ്രാദേശികമായി വരുന്ന ഞങ്ങളുടെ പ്രതിനിധികളെയും രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ അപമാനിക്കുന്ന ഈ ഭരണസമിതിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന സാഹചര്യത്തിലാണ് ഇന്ന് ഞങ്ങൾ ഇത് ബഹിഷ്കരിച്ചത്. ഒറ്റപ്പാലം നഗരസഭയിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ MK ജയസുധ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം നഗരസഭയുടെ 2026-2027 വാർഷിക ബജറ്റിന് മുന്നോടിയായാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. UDF അംഗങ്ങളും UDF പിന്തുണയുള്ള അംഗവും വികസന സെമിനാറിൽ നിന്നും വിട്ടുനിന്നു. ഗോപികാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വികസന സെമിനാർ ചെയർപേഴ്സൺ MK ജയസുധ ഉദ്ഘാടനം ചെയ്തു. വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു വികസന സെമിനാറാണ് ഇന്നിവിടെ നടക്കുന്നത്. പദ്ധതി നിർവഹണത്തിന്റെ ഭാഗമായി ആസൂത്രണ സമിതി ഉപാധ്യക്ഷനെ തെരഞ്ഞെടുക്കലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും അഭിപ്രായങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം DPCയിലേക്കുള്ള അംഗീകാരത്തിനായി നടക്കുന്ന വിവിധതരം പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ന് ഈ വികസന സെമിനാർ നടക്കുന്നത്. വൈസ് ചെയർമാൻ K രാജേഷ് അധ്യക്ഷനായി. വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ മുനീറ മുജീബ് കരട് പദ്ധതി അവതരിപ്പിച്ചു. സ്ഥിരസമിതി അധ്യക്ഷരായ T സബിത, രാമകൃഷ്ണൻ മാസ്റ്റർ, VS ശ്രീജുല, S പാർവതി, സെക്രട്ടറി AS പ്രദീപ്, മറ്റ് വാർഡ് കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വാർഡ് സഭകൾ മുഴുവനായും പൂർത്തിയാക്കാതെയാണ് വികസന സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് ആരോപിച്ചുകൊണ്ട് UDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന സെമിനാർ നടക്കുന്ന സ്ഥലത്തേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. UDF നഗരസഭാ കമ്മിറ്റി കൺവീനർ PMA ജലീൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വാർഡ് സഭകൾ മുഴുവനായും പൂർത്തിയാക്കാതെയാണ് വികസന സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് ആരോപിച്ചുകൊണ്ടാണ് UDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന സെമിനാർ നടക്കുന്ന ഗോപിക ഓഡിറ്റോറിയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഓഡിറ്റോറിയത്തിന് സമീപം വെച്ച മാർച്ച് പോലീസ് തടഞ്ഞു. ഇത് പ്രവർത്തകരുമായുള്ള ഉന്തും തള്ളിനും കാരണമായി. ഒറ്റപ്പാലം നഗരസഭയിലെ തട്ടിക്കൂട്ടി പദ്ധതികൾ ആർക്കു വേണ്ടി എന്തിനു വേണ്ടി തുടർന്ന് നടന്ന യോഗം UDF മുനിസിപ്പൽ കൺവീനർ PMA ജലീൽ ഉദ്ഘാടനം ചെയ്തു. അധികാരത്തിൽ വന്ന ശേഷം രണ്ടാമത്തെ തവണയാണ് ഈ ഭരണസമിതിക്കെതിരെ പ്രത്യക്ഷമായൊരു സമരവുമായി ഐക്യജനാധിപത്യ മുന്നണി മുന്നിട്ട് വരുന്നത്.
ആദ്യം മുനിസിപ്പാലിറ്റിയിലേക്കാണ് ഞങ്ങൾ മാർച്ച് നടത്തിയത്. ഇപ്പോൾ നടത്തുന്നത് വികസന സെമിനാറിലേക്കാണ് സമരം നടത്തുന്നത്. ഈ രണ്ട് സമരത്തിന്റെയും ആവശ്യം ഒന്ന് തന്നെയാണ് എന്നതാണ് വിചിത്രമായി നിൽക്കുന്നത്. ഒരു നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വാർഷിക പദ്ധതികളെ കുറിച്ച് ചോദിക്കുമ്പോൾ വ്യക്തമായ മറുപടി ഒരു ഭാഗത്തു നിന്നും കിട്ടുന്നില്ല. നഗരസഭാ ചെയർമാനും വൈസ് ചെയർമാനും സെക്രട്ടറിയോട് പറയാൻ പറയുന്നു. സെക്രട്ടറി ഉടനെ എണീക്കുകയും ഉടനെ തന്നെ കമ്പ്യൂട്ടറിന്റെ മുന്നിലേക്ക് പോവുകയും ചെയ്യും. പിന്നെ ഒരു മറുപടി അദ്ദേഹത്തിന് കിട്ടണമെങ്കിൽ 20 മിനിറ്റ് ആ കൗൺസിൽ യോഗത്തിൽ കാത്തിരിക്കും. കൃത്യമായി കാര്യങ്ങൾ ഒരു മിനിറ്റ് കൊണ്ട് ലഭ്യമാകുന്ന കാര്യങ്ങളാണ് നഗരസഭാ സെക്രട്ടറി വളരെ വലിയ അഭിനയത്തിൽ നടത്തുന്നത്. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പോലും വെല്ലുന്ന അഭിനയമാണ് ഒറ്റപ്പാലം നഗരസഭാ സെക്രട്ടറി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരം രൂപത്തിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. UDF നഗരസഭാ കമ്മിറ്റി ചെയർമാൻ NK ജയരാജൻ അധ്യക്ഷനായി. കൗൺസിലർമാരായ മുഹമ്മദ് അലി നാലകത്ത്, ഉമ്മർ ഫാറൂഖ്, സജീഷ്, മുഹമ്മദ് ഫായിസ് തുടങ്ങിയവരും പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. കോടികൾ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ മുണ്ടൂർ തൂത 4-വരിപ്പാതയിൽ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ദുരിതമൊഴിയാതെ നാട്ടുകാരും വ്യാപാരികളും. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ പാതയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഡ്രൈനേജിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇതിന് കാരണമെന്നാരോപിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നു. അശാസ്ത്രീയമായ നിർമ്മാണ രീതിയാണ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമെന്നാണ് ഉയരുന്ന പ്രധാന പരാതി. നേരിയ മഴ പെയ്താൽ പോലും റോഡിൽ വെള്ളം കെട്ടിനിൽക്കുന്നതും വശങ്ങളിലൂടെ വെള്ളം കുത്തിയൊലിക്കുന്നതും കാൽനടയാത്രക്കാരെയും പ്രദേശവാസികളെയും ഒരുപോലെ വലയ്ക്കുന്നു. 362 കോടി രൂപയുടെ ബൃഹത്തായ പദ്ധതിയാണിതെങ്കിലും ശാസ്ത്രീയമായ ഡ്രൈനേജ് സംവിധാനങ്ങൾ പലയിടത്തും ഒരുക്കിയിട്ടില്ലെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. കടമ്പളിപ്പുറം ഭാഗത്താണ് പ്രശ്നം രൂക്ഷമായിരിക്കുന്നത്. മഴവെള്ളം ഡ്രൈനേജിലൂടെ ഒഴുകിപ്പോവാത്തതുകൊണ്ട് റോഡിന് വശങ്ങളിലൂടെ പരന്നൊഴുകുന്ന അവസ്ഥയാണ്. ഇത് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറുന്നതിനും കാൽനടയാത്ര തടസ്സപ്പെടുന്നതിനും കാരണമാകുന്നു. റോഡിന്റെ നിർമ്മാണത്തിലെ അപാകതകൾക്ക് പുറമെ 4-വരിപ്പാതയിൽ പലയിടത്തും തെരുവുവിളക്കുകൾ സ്ഥാപിക്കാത്തതും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും ചേർന്ന് ഓൺലൈൻ വഴി ഒരാഴ്ച മുമ്പാണ് പാതയുടെ ഉദ്ഘാടനം നടത്തിയത്. അശാസ്ത്രീയമായ നിർമ്മാണത്തിലൂടെ റോഡിലുണ്ടായ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കണമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ഫിറോസ് പാറയ്ക്കൽ ആവശ്യപ്പെട്ടു. നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. മുണ്ടൂർ തൂത 4-വരിപ്പാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം കടമ്പഴിപ്പുറത്തും മറ്റു പ്രദേശങ്ങളിലും വരുന്ന മഴവെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് റോഡിലൂടെയും ഡ്രൈനേജിൻ്റെ ക്ലിയറായ വർക്കില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. റോഡിൻ്റെ ഉദ്ഘാടനം അതിഗംഭീരമായി നടത്തുകയും മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും നേരിട്ട് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത ഈ റോഡിൻ്റെ അവസ്ഥ ഉദ്ഘാടനം ചെയ്തും ആഴ്ചകളും മാസങ്ങൾ പോലും ആയിട്ടില്ല. ഇപ്പോഴും പഴയ സ്ഥിതിയിൽ തന്നെ തുടരുകയും ഈ റോഡിൻ്റെ നിർമ്മാണത്തിൽ വളരെയധികം അഴിമതി ഉണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. അതുപോലെ തന്നെ പല ഭാഗങ്ങളിലും 2 വരി പോലും തികയാത്ത വീതിയില്ലാതെ നിർമ്മിച്ചിട്ടുള്ള റോഡാണ് നിലവിലുള്ളത്. ഒരുപാട് വർക്കുകളും പെൻഡിങ്ങായി കാണുന്നുണ്ട്. ഇതിൻ്റെ പേരിൽ ഒരു വിജിലൻസ് അന്വേഷണം നിർബന്ധമായും വേണ്ടതാണെന്നാണ് അഭിപ്രായപ്പെടുന്നത്. നിർമ്മാണത്തിൽ അപാകതകളുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും അടിയന്തരമായി ഡ്രൈനേജ് സംവിധാനവും തെരുവുവിളക്കുകളും ഉറപ്പാക്കണമെന്നുമാണ് നാട്ടുകാരുടെയും ആവശ്യം. മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ ഉദ്യാന നവീകരണം ഏറ്റെടുത്ത കമ്പനി കരാർ വ്യവസ്ഥ ലംഘിച്ചതായി കണ്ടെത്തൽ. കരാർ വ്യവസ്ഥയ്ക്കെതിരായി ഉദ്യാനത്തിലെ വരുമാനം കമ്പനി സ്വന്തമാക്കിയെന്നും അനധികൃതമായി സ്വന്തമാക്കിയ തുക തിരിച്ചടയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് ജലസേചന വകുപ്പ് കരാർ കമ്പനിക്ക് കത്ത് നൽകി. 2026 ഫെബ്രുവരി 26 മുതൽ ഉദ്യാനം നടത്തിപ്പ് ഇറിഗേഷൻ വകുപ്പ് നേരിട്ട് നടത്തുമെന്നും കത്തിൽ പറയുന്നു. ഉദ്യാനത്തിനു സമീപത്തെ ഇറിഗേഷൻ വകുപ്പിന്റെ സ്ഥലം കൂടി ഏറ്റെടുത്ത് ഉദ്യാനം വികസിപ്പിക്കാൻ കോഴിക്കോട് ആസ്ഥാനമായ FSIT റീഡിഫൈൻ പ്രൈവറ്റ് ലിമിറ്റഡിനാണ് കരാർ നൽകിയിരുന്നത്. വരുമാനത്തിന്റെ 3% സർക്കാരിന് നൽകുമെന്നായിരുന്നു വ്യവസ്ഥ. ഇതിനായി 2025 നവംബർ 5-ന് കമ്പനിക്ക് സൈറ്റ് കൈമാറി. അന്നു മുതൽ ഉദ്യാനം കൂടി കമ്പനി ഏറ്റെടുക്കുകയും ഇവിടുത്തെ വരുമാനം കമ്പനി കൈകാര്യം ചെയ്യുകയുമായിരുന്നു. ഉദ്യാനം ഏറ്റെടുക്കാൻ കരാറിൽ വ്യവസ്ഥയില്ലെന്നും ഇത് ലംഘിച്ച് കമ്പനി ഉദ്യാനം ഏറ്റെടുക്കുകയും വരുമാനം സ്വന്തമാക്കുകയും ചെയ്തുവെന്നാണ് കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ പ്രോജക്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കത്തിൽ പറയുന്നത്.
2025 നവംബർ മുതൽ 2026 ഫെബ്രുവരി 25 വരെ കമ്പനി ഉദ്യാന സന്ദർശകരിൽ നിന്ന് പിരിച്ചെടുത്ത തുക മണ്ണാർക്കാട് സബ് ട്രഷറിയിൽ അടച്ച് ഉദ്യാനം കൈമാറാനും കത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. സൈറ്റ് ഏറ്റെടുത്ത് 3 മാസത്തിനകം DPR സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതും നടന്നില്ല. എന്നാൽ ഉദ്യാനം കൈമാറാൻ ഇയുടെ കത്തിൽ പറയുന്ന തീയതി കഴിഞ്ഞ ദിവസം അവസാനിച്ചെങ്കിലും ഉദ്യാനം വിട്ടു നൽകാൻ കരാർ കമ്പനി തയ്യാറായിട്ടില്ല. പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ വൻ അഴിമതിയാണെന്ന ആരോപണവുമായി UDF രംഗത്ത് വന്നിരുന്നു. ഈ ആരോപണം ശരിവെക്കുന്ന വിധത്തിലാണ് കരാർ കമ്പനിയുടെ പ്രവർത്തനം. കുമരമ്പത്തൂർ പയ്യനടം കുളർമുണ്ടയിൽ വയലിലൂടെ നടന്നു പോകുന്ന യുവതിയുടെ 1.25 പവൻ അജ്ഞാതൻ കവർന്നു. പുത്തൻപുറയ്ക്കൽ സന്ധ്യയുടെ മാലയാണ് കവർന്നത്. മണ്ണാർക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബുധനാഴ്ച വൈകിട്ടാണ് സംഭവം. വിജനമായ പാടത്തെ വരമ്പിലൂടെ വരുന്നതിനിടെ പിന്തുടർന്നെത്തിയ അജ്ഞാതൻ മാല പൊട്ടിച്ച് കടന്നുകളയുകയായിരുന്നു. സന്ധ്യ ബഹളം വെച്ചതോടെ ഓടിയെത്തിയ പരിസരവാസികളെ കൂട്ടി തിരച്ചിൽ നടത്തിയെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താനായില്ല. സന്ധ്യ മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകി. ഈ ഭാഗത്ത് ഗ്രീൻഫീൽഡ് ഹൈവേക്ക് വേണ്ടി ഏറ്റെടുത്ത സ്ഥലങ്ങളിൽ ആൾതാമസമില്ലാത്ത വീടുകളുണ്ട്. ഈ വീടുകൾ കേന്ദ്രീകരിച്ച വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സാമൂഹിക ദ്രോഹികൾ തമ്പടിക്കാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ബസ് ഇറങ്ങി നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ഒരു ചെക്കൻ വരുന്നുണ്ടായിരുന്നു. ടവല് കെട്ടിയിട്ടുണ്ട്, പാൻറ് ഷർട്ടാണ് ഡ്രസ്സ്. ഇവിടെ വന്നപ്പോൾ ഞാൻ അവിടുന്ന് കയറാതെ ഈ സ്റ്റെപ്പ് കയറാതെ ഇവിടെ വന്ന് നിന്നു. ഈ ഭാഗത്താണ് ഞാൻ വന്ന് നിന്നത്. ഈ വിറക് ചുള്ളൽ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങോട്ട് മാറി നിന്ന് അവൻ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനെ നോക്കി, ഒറ്റ നോട്ടേ നോക്കിയുള്ളൂ, ഒരുപാടൊന്നും നോക്കിയിട്ടില്ല. ഒറ്റ നോട്ടം നോക്കി ഞാൻ നേരെ ഇങ്ങോട്ട് മാറി നിന്നു, പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവൻ ഇതിലെ പാസ് ചെയ്യുകയും ചെയ്തു. ഇതിലെ പാസ് ചെയ്തിട്ട് ഇവിടെ വരെ അവൻ എത്തിയിട്ട് ഇവ എൻ്റെ അടുത്തേക്ക് വേഗം കൊണ്ട് പെട്ടെന്ന് വന്ന് ബാക്കിൽ വന്ന് പിടിച്ചു. ബാക്കിൽ വന്ന് പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൈ ഇട്ടു. ഇവിടെ എത്തി തപ്പി, മാല തപ്പിക്കൊണ്ടിരുന്നു. മാല പൊട്ടിച്ചുകൊണ്ട് അവ ഓടി. അവിടെ എത്തി അവ ഓടി. അപ്പോഴും എനിക്ക് തൊള്ള ഇടാനുള്ള ഒരു ഇത് വരുന്നില്ല, സൗണ്ടൊന്നും വരുന്നില്ല. എന്താ ചെയ്യാന്നുള്ളതിൽ ഇപ്പം പിടിച്ച വഴിക്ക് ഞാനൊന്ന് കുമ്പിട്ടു, ഇങ്ങനെ ഒന്ന് കുമ്പിട്ട് നോക്കി. കാരണം അവ എന്നെ ഇനി വേറെ എന്തെങ്കിലും മാല പൊട്ടിക്കാനാണോ വേറെ എന്താ അറിയില്ല പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ച് കുമ്പിട്ടു. അതിലിപ്പം പൊട്ടിച്ചും കൊണ്ട് അവ ഓടി, അങ്ങോട്ട് ഓടി. ഇതിൻ്റെ പിന്നാലെ ഞാനും ഓടി. കണ്ടില്ല അവ ഏത് കൂടെ പോയെന്ന് എനിക്കറിയില്ല. ജനഹിതം തൊട്ടറിഞ്ഞ പെരിന്തൽമണ്ണയിലെ 5 വർഷങ്ങൾ വെർച്വൽ ഷോയിലൂടെ തത്സമയം വിവരിച്ച് നജീബ് കാന്തപുരം MLA. നജീബ് കാന്തപുരം പെരിന്തൽമണ്ണയിൽ സ്ഥാനാർത്ഥിയായി വന്നതു മുതൽ ഇതുവരെ ചെയ്ത വികസന പ്രവർത്തനങ്ങളും നിയമസഭയിലെയും മണ്ഡലത്തിലെയും ഇടപെടലുകളെല്ലാം ദൃശ്യങ്ങൾ സഹിതം MLA അവതരിപ്പിച്ചു. 5 വർഷത്തെ എൻ്റെ ഈച്ച് ആൻഡ് എവറിത്തിങ് അതിനകത്തുണ്ട്. ഞാൻ എവിടെ ഉണ്ടായിരുന്നു, ആർക്കൊപ്പമായിരുന്നു, എന്തായിരുന്നു എൻ്റെ പ്രയോറിറ്റി, എല്ലാം അതിൽ പറയുന്നുണ്ട്. പെരിന്തൽമണ്ണയുടെ പെരുമ എന്ന പേരിൽ സംഘടിപ്പിച്ച വിർച്വൽ ഷോയിലൂടെ നജീബ് കാന്തപുരം MLA പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും സാമൂഹ്യ ഇടപെടലുകളും തത്സമയം അവതരിപ്പിച്ചു. നടപ്പാക്കിയ ഓരോ പദ്ധതികളുടെയും നിയമസഭയ്ക്കകത്തെ ഇടപെടലുകളുടെയുമെല്ലാം ദൃശ്യങ്ങൾ കാണിച്ചും സദസ്യരോടെ നേരിട്ട് സംവദിച്ചുമായിരുന്നു MLAയുടെ അവതരണം. കോവിഡ് കാലത്ത് പെരിന്തൽമണ്ണയിലേക്കുള്ള നജീബിൻ്റെ വരവ് പറഞ്ഞാണ് ഷോ തുടങ്ങിയത്. കോവിഡ് കാലത്ത് ജില്ലാ ആശുപത്രിയിലെ നഴ്സുമാർക്ക് വരുന്നതിന് KSRTC ബസ്സിന് ഡീസൽ നിറയ്ക്കാൻ തൻ്റെ ആദ്യ ശമ്പളം നീക്കിവെച്ച് തുടക്കം. മണ്ഡലത്തിലെ പ്രധാന 18 റോഡുകൾ 41.74 കോടി രൂപ വകയിരുത്തി നവീകരിച്ചു. 158 ഗ്രാമീണ റോഡുകൾക്കും ഫണ്ട് അനുവദിച്ചു. സ്കൂളുകൾക്കും ആരോഗ്യ കേന്ദ്രങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ഫണ്ട് വകയിരുത്തി. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, പ്രവർത്തകർ, മണ്ഡലത്തിലെ വിവിധ മേഖലകളിലെ ക്ഷണിക്കപ്പെട്ടവർക്കും മുമ്പിലായിരുന്നു MLAയുടെ അവതരണം. എല്ലാവരും എന്നോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ പരിഹരിക്കേണ്ടത് ചെമ്മാണി റോഡ് ബൈപ്പാസിന്റെ പ്രശ്നമാണ്. അന്നത്തെ ചെമ്മാണി റോഡ് നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മേലാറ്റൂർ ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് ഓർമ്മയുണ്ടാകും. നടക്കാൻ കഴിയാതെ, ഗതാഗത യോഗ്യമല്ലാതെ ഒരു രോഗി ആയ ഒരാളെ കൊണ്ടുവരാൻ, മഞ്ചലിയിൽ കൊണ്ടുവരണമെന്ന് അവർ പറഞ്ഞൊരു കാര്യം. അന്ന് റോഡ് പ്രശ്നം കാരണം തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞ കാലം. ആ റോഡാണ് നമ്മൾ കാണുന്നത് 2021 ചെമ്മാണി റോഡ് ബൈപ്പാസ്. ആ റോഡിന്റെ സ്ഥിതി ഇതായിരുന്നു. നമ്മൾ ആ റോഡ് സന്ദർശിച്ചപ്പോൾ അത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമ്മൾ നൽകിയൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. ആദ്യം തീർക്കുന്ന പ്രശ്നം ചെമ്മാണി റോഡ് ബൈപ്പാസിൻ്റെതായിരിക്കും. ക്രിയാവിദ്യാഭ്യാസ പദ്ധതിയും കേരളത്തിലെ ആദ്യത്തെ സിവിൽ സർവീസ് അക്കാദമി സ്ഥാപിച്ചതും യുവാക്കളിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്കൈലബ് കോൺക്ലേവ് തുടങ്ങിയ വ്യത്യസ്ത പരിപാടികളും പറഞ്ഞ് വെർച്വൽ ഷോ വികസനത്തിൻ്റെ കൊടികുത്തിമല കയറി. അങ്കണവാടി ടീച്ചർമാരെയും ആശാപ്രവർത്തകരെയും സംഘടിപ്പിച്ച് ക്രിയോണം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചതും ഓണക്കോടി നൽകിയതും ഇവർക്ക് ഹെൽത്ത് കാർഡ് കൊണ്ടുവന്നതും ഈ മേഖലയിലുള്ളവർക്ക് പുതിയൊരു അനുഭവമായിരുന്നു. ആൻറ്റി ഡ്രഗ്സ് ക്യാമ്പയിനിലൂടെ ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടികൾ, വേണ്ടപ്പോൾ സമരരംഗത്തും രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളിൽ മുന്നിട്ടിറങ്ങിയതും
മതസൗഹാർദ്ദ വേദികളിൽ പങ്കെടുത്തും സജീവമായൊരു MLAയെ ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. വിരൽത്തുമ്പിൽ MLAയിലൂടെ സദാസമയവും MLA ഓഫീസ് സജീവമായിരുന്നു. MLA ഓഫീസിൽ 5 വർഷത്തിനിടെ 30,000-ലധികം സന്ദർശകർ എത്തിയെന്നാണ് കണക്ക്. MLA ആയതിനു ശേഷം 5 വർഷം ജനങ്ങൾക്ക് എന്തു ചെയ്തു എന്നത് ഈ വിഷ്വൽ ഷോ വ്യക്തമാക്കുന്നതായി നജീബ് കാന്തപുരം MLA മലബാർ ന്യൂസിനോട് പറഞ്ഞു. സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജനങ്ങളുടെ താഴെത്തട്ടിലേക്ക് എന്തായിരുന്നു നമ്മുടെ സ്വപ്നങ്ങളെന്നും ലക്ഷ്യങ്ങളെന്നും അതിൽ എന്ത് ഇമ്പാക്റ്റാണ് 5 വർഷം കൊണ്ട് നമ്മുടെ പെരിന്തൽമണ്ണയിൽ ഉണ്ടായതെന്നും അതിനാരെല്ലാം നമ്മളെ ഒരു ടീമിലുണ്ടായിരുന്നെന്നും എല്ലാം കാണുന്ന ഒരു വെർച്വൽ ഷോ ആണ്. അതിലേറ്റവും പ്രധാനം ഇപ്പോൾ പലതരത്തിൽ നമുക്കറിയാം, ഞാൻ വികസന കാര്യത്തിൽ ചെയ്ത കാര്യങ്ങൾ പലപ്പോഴും ഞങ്ങളത് വലിയ തോതിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്ന ഒരു തോന്നലുണ്ട്. അപ്പോൾ ഈ നാടാകെ കൂടി നിന്ന് ചെയ്ത വലിയ വികസന പ്രവർത്തനങ്ങൾ നടന്ന 5 വർഷമാണ്. ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. ആ പരിമിതികളെല്ലാം മറികടന്നുകൊണ്ട് നമ്മൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ 5 വർഷം ഞാൻ എവിടെയായിരുന്നു, ഞാൻ ആർക്കു വേണ്ടിയായിരുന്നു പ്രവർത്തിച്ചത്, ഇതാണ് ഈ വിഷ്വൽ ഷോയുടെ അടിസ്ഥാന കാര്യം. ഷാഫി പെരുവള്ളൂരിൻ്റെ നേതൃത്വത്തിലുള്ള എക്സ് മീഡിയ പ്രൊഡക്ഷൻസിൻ്റെ പ്രവർത്തകരും MLA സ്റ്റാഫ് അംഗങ്ങളും ചേർന്നാണ് വെർച്വൽ ഷോ ക്രമീകരിച്ചത്. ഷോയ്ക്ക് വേണ്ടി പ്രത്യേകം തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. രാവിലെ 10:30 മണിക്ക് തുടങ്ങിയ MLA വെർച്വൽ ഷോ ഉച്ചയ്ക്ക് 1:10 അവസാനിച്ചത്. കാന്തപുരത്തുകാരൻ പെരിന്തൽമണ്ണക്കാരനായ കഥ പറഞ്ഞും ആ കഥാനായകൻ പെരിന്തൽമണ്ണയിൽ തന്നെയാണെന്നുമുള്ള സൂചന നൽകിയാണ് ഷോ അവസാനിച്ചത്. ഷോ മുഴുവനായും MLAയുടെ ഫേസ്ബുക്ക് പേജിലും ദൃശ്യമാധ്യമങ്ങളിലൂടെയും സംപ്രേഷണം ചെയ്തിരുന്നു. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി നടപ്പാക്കേണ്ട 11.89 കോടിയുടെ വികസന പദ്ധതി വർഷങ്ങളായി അനിശ്ചിതത്വത്തിൽ കിടക്കുന്നത് ഇടത് സർക്കാരിന്റെ മലപ്പുറത്തോടുള്ള തുടർച്ചയായ അവഗണനയുടെ തെളിവാണെന്ന് വെൽഫെയർ പാർട്ടിയുടെ ആരോപണം. പ്രഖ്യാപനങ്ങൾ നടത്തി പ്രചരണം നേടുകയും പിന്നീട് നടപ്പാക്കൽ വൈകിക്കുകയും ചെയ്യുന്ന സമീപനം ജനങ്ങളെ വഞ്ചിക്കുന്നതാണെന്ന് പാർട്ടി വ്യക്തമാക്കി. ജില്ലാ ആശുപത്രിയുടെ വികസന തടസ്സങ്ങൾ വിലയിരുത്താൻ വെൽഫെയർ പാർട്ടി ജില്ലാ നേതാക്കൾ സൂപ്രണ്ടിനെ സന്ദർശിച്ചു. ആരോഗ്യമേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കേണ്ട വിഷയത്തിൽ പോലും ന്യായങ്ങൾ പറഞ്ഞ് ഫയലുകൾ കറക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വെൽഫെയർ പാർട്ടി നേതാക്കൾ ആരോപിച്ചു. ജില്ലാ ആശുപത്രിയായി ഉയർത്തിയ സ്ഥാപനത്തിന് ആവശ്യമായ OP ബ്ലോക്ക്, അത്യാധുനിക വിഭാഗങ്ങൾ, ഡയഗ്നോസ്റ്റിക് സൗകര്യങ്ങൾക്കുമുള്ള കെട്ടിടങ്ങൾ വൈകിപ്പിക്കുന്നത് ഗുരുതരമായ വീഴ്ചയാണെന്ന് നേതാക്കൾ പറഞ്ഞു. 6 വർഷങ്ങൾക്ക് മുമ്പ് അനുവദിച്ചിട്ടുള്ള ഏകദേശം 12 കോടിയോളം രൂപയുടെ ഒരു കെട്ടിട പദ്ധതി അവതാളത്തിലാവുകയും അത് ജനങ്ങളിൽ നിന്ന് ലഭ്യമാകാത്ത സ്വഭാവത്തിൽ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ഹോസ്പിറ്റൽ അധികൃതരുമായി സംസാരിക്കാൻ വേണ്ടി വെൽഫെയർ പാർട്ടി നേതാക്കൾ ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുടെ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന ധാരാളം അപര്യാപ്തതകളുടെയും പ്രതിസന്ധികളുടെയും നടുവിലാണ് വളരെ അടിസ്ഥാനപരമായി ജനങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു പദ്ധതിയെ, ഒരു സൗകര്യത്തെ ഇവിടെ നഷ്ടപ്പെട്ടു കൊണ്ടുപോകുന്നത് എന്ന ഒരവസ്ഥയുണ്ട്. മലപ്പുറം ജില്ല ആരോഗ്യപരമായി പിന്നോക്കമെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴും അതിന് പരിഹാരം കാണാനുള്ള പദ്ധതികൾ തന്നെ വൈകിപ്പിക്കുന്നത് ഇരട്ടത്താപ്പാണ്. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തടസ്സങ്ങൾ നേരിൽ വിലയിരുത്തുന്നതിനായി വെൽഫെയർ പാർട്ടി ജില്ലാ നേതാക്കൾ ആശുപത്രി സൂപ്രണ്ടിനെ സന്ദർശിച്ചു. നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സുതാര്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഷഫീർ ഷാ, ജനറൽ സെക്രട്ടറി മുജീബ് കാരക്കുന്ന്, വൈസ് പ്രസിഡന്റ് ആരിഫ് ചുണ്ടയിൽ, മണ്ഡലം പ്രസിഡന്റ് ഹൈദർ PK, ഷുക്കൂർ, നിസാർ മാനത്തുമംഗലം, അഷ്റഫ് കണ്ടപ്പത്ത് എന്നിവരാണ് സൂപ്രണ്ടിനെ സന്ദർശിച്ചത്. ആശുപത്രി വികസന പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കാൻ വ്യക്തമായ സമയക്രമം പ്രഖ്യാപിക്കണം. ബന്ധപ്പെട്ട വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ഉറപ്പാക്കി തടസ്സങ്ങൾ നീക്കാൻ അടിയന്തര ഇടപെടൽ വേണം. മലപ്പുറം ജില്ലയിലെ ജനപ്രതിനിധികൾ രാഷ്ട്രീയ ഭേദമന്യേ വിഷയത്തിൽ ശക്തമായി ഇടപെട്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ ജനങ്ങളെ സംഘടിപ്പിച്ച് ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് വെൽഫെയർ പാർട്ടി അറിയിച്ചു. ഷൊർണൂർ കുളപ്പുള്ളി അന്തിമഹാകാളൻചിറ നവീകരണത്തെ ചൊല്ലി തർക്കം. ഒടുവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചു. 85 ലക്ഷം രൂപ അനുവദിച്ച അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന കുളത്തിൽ 60 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തുകയാണ് കാണിച്ചിരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് ആരോപണം. എന്നാൽ ആരോപണം തെറ്റാണെന്ന് കൗൺസിലറും പ്രതികരിച്ചു. ഷൊർണൂർ നഗരസഭാ പരിധിയിലെ 8 കുളങ്ങൾ നവീകരിക്കുന്നതിൽ ഉൾപ്പെടുത്തിയാണ് അന്തിമഹാകാളൻചിറ കുളവും നവീകരിക്കാൻ പദ്ധതിയിട്ടത്. ഇതിന്റെ ഭാഗമായി കുളം നവീകരണത്തിന് 80 ലക്ഷവും അനുവദിച്ചു. മഴക്കാലത്ത് കുളത്തിന് സമീപത്തു നിന്നായി റോഡ് വഴി ഒഴുകിയെത്തുന്ന വെള്ളം കുളത്തിലേക്ക് ഇറങ്ങാതിരിക്കാൻ സംരക്ഷണ ഭിത്തിയൊരുക്കൽ, വെള്ളം ഒഴുകിപ്പോകുന്ന ചാൽ നിർമ്മിക്കൽ, തകർന്നു കിടക്കുന്ന സംരക്ഷണ ഭിത്തികൾ പുതുക്കൽ എന്നിവയാണ് പുതിയ നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
കഴിഞ്ഞ ദിവസം കുളത്തിന്റെ നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചെങ്കിലും 60 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തുക ഉപയോഗിച്ച് മാത്രമാണ് കുളം നവീകരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി സമീപത്തെ നാട്ടുകാരും കോൺഗ്രസ് പ്രവർത്തകരും എത്തി പണി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. കുളത്തിന്റെ പടിഞ്ഞാറ് വശത്തുള്ള സംരക്ഷണ ഭിത്തിയും റോഡും ശോചനീയ അവസ്ഥയിലാണ്. ഇതുകൂടി നവീകരിക്കാനുള്ള പദ്ധതി എസ്റ്റിമേറ്റിൽ ഇല്ലെന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. നാട്ടുകാരുടെ നേതൃത്വത്തിൽ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ആവശ്യം. ഈ അന്തിമഹാകാളഞ്ചിറയുടെ നവീകരണത്തിന് വേണ്ടി 60 ലക്ഷം രൂപ പാസ്സാക്കി. അതിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുൻപേ അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഇവിടെ നടത്തിയതാണ്. അന്തിമ ഉദ്ഘാടന സമയത്ത് അധികൃതർ പറഞ്ഞിരുന്ന പ്രവർത്തികളൊന്നും ഇപ്പോൾ വർക്ക് തുടങ്ങിയ സമയത്ത് ആ കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ടപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വാഭാവികമായും ഇവിടുത്തെ ഈ എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ ഈ പ്രദേശത്തെക്കുറിച്ചറിയുന്ന, ഈ കുളത്തിനെക്കുറിച്ചറിയുന്ന, ഇവിടുത്തെ വേനൽക്കാലത്തെയും മഴക്കാലത്തെയും ഒക്കെ സാഹചര്യങ്ങളെക്കുറിച്ചറിയുന്ന, ഇതിന് സമീപത്ത് താമസിക്കുന്ന സാങ്കേതിക വൈദഗ്ധ്യമുള്ള ആളുകളുമായിട്ട് കൂടിയാലോചനയോ മറ്റൊന്നും നടത്താതെയാണ് ആ എസ്റ്റിമേറ്റ് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. ആ എസ്റ്റിമേറ്റ് പ്രകാരം ഇവിടെ പ്രവൃത്തി നടത്തിയാൽ അത് ഈ കുളത്തിൻ്റെ സംരക്ഷണത്തിന് ഗുണകരമാവില്ല എന്ന ഉറച്ച ബോധ്യത്തോടു കൂടി ഈ പ്രദേശത്തെ ആളുകൾ ആ ഒരു പ്രവൃത്തിയെ തടയുകയും പ്രവൃത്തി നടത്തുന്നത് ശരിയല്ല എന്നും ഇതിൻ്റെ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യണമെന്നൊരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. അന്ന് ഇവിടെ രാവിലെ കോൺട്രാക്ടർ വന്നു. ആ കോൺട്രാക്ടറുമായി ഇവിടുത്തെ പ്രദേശത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺട്രാക്ടർ പണി നിർത്തിവെക്കാം എന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. നാളുകളിൽ തന്നെ നഗരസഭയുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ റിവൈസ് ചെയ്യണം, എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രദേശത്തെ ആളുകളെല്ലാം കൂടി നഗരസഭാ സെക്രട്ടറിയെയും അധികൃതരെയും കാണുന്നുണ്ട്. ഇന്ന് ഇത്രയും ആളുകൾ ഇവിടെ കൂടിയിട്ടും ഇത്രയും പ്രദേശവാസികളെല്ലാം കൂടി ഇത്രയും ഈ കോൺട്രാക്ടറുമായി സംസാരമുണ്ടായിട്ടും ഈ റോഡിൻ്റെ അപാകതകളെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തിട്ടും ഇവിടെ നഗരസഭയുമായി ബന്ധപ്പെട്ട ഒരാളും വന്നില്ല എന്നുള്ളതും ദൗർഭാഗ്യകരമാണ് എന്നിവിടെ പറയുന്നു. എന്നാൽ 20 സെന്റിമീറ്റർ എസ്റ്റിമേറ്റിട്ട സംരക്ഷണ ഭിത്തിയിൽ 1 അടി കൂടി കൂടുതൽ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. മഴക്കാലത്ത് വെള്ളം ശക്തമായി കുളത്തിലേക്ക് ഇറങ്ങുന്നത് ഒഴിവാക്കാനായിരുന്നു ഇത്തരത്തിൽ തീരുമാനിച്ചത്. എന്നാൽ കോൺക്രീറ്റ് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തി ഒരുക്കാൻ മിക്സർ മെഷീൻ വേണമെന്ന് ആവശ്യപ്പെട്ടാണ് പണി നിർത്തിവെച്ചത് എന്നാണ് വാർഡ് കൗൺസിലർ സന്ധ്യയുടെ പ്രതികരണം. രാഷ്ട്രീയ വിരോധമാണ് ഇതിലൂടെ തീർക്കുന്നതെന്നും വിഷയം രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ചെയ്യുന്നതെന്നും കൗൺസിലർ സന്ധ്യ പറഞ്ഞു. നിലവിൽ കരാറുകാരൻ്റെയും നാട്ടുകാരുടെയും കൗൺസിലറുടെയും നേതൃത്വത്തിൽ യോഗം വിളിച്ച് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്തതിനു ശേഷമേ ഇനി നവീകരണ പ്രവൃത്തികൾ പുനരാരംഭിക്കുകയുള്ളൂ. ഇടവേള. വാർത്തകൾ തുടരുന്നു. കടമ്പഴിപ്പുറം മേഖലയിലെ ദീർഘകാലമായുള്ള വൈദ്യുതി പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരമാകുന്നു. കടമ്പഴിപ്പുറത്ത് സബ്സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം ഫെബ്രുവരി 27 വൈകുന്നേരം 3 മണിക്ക് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിക്കുമെന്ന് കെ പ്രേംകുമാർ MLA അറിയിച്ചു. 5.46 കോടി രൂപ ചെലവിൽ കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് 33 kV സബ്സ്റ്റേഷൻ വരുന്നത്. കടമ്പഴിപ്പുറം മേഖലയിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുക, തടസ്സമില്ലാത്ത വൈദ്യുതി വിതരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. മേഖലയിലെ പ്രധാന പ്രശ്നമായ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാൻ ഈ സബ്സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നതിലൂടെ സാധിക്കും. സമീപത്തെ വിവിധ ഇലക്ട്രിസിറ്റി ഓഫീസുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രധാന കേന്ദ്രമായി ഇത് മാറും. ഈ ആവശ്യം നിയമസഭയിൽ ഉന്നയിക്കുകയും വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ പൂർണ്ണ പിന്തുണയോടെ ഭരണാനുമതി ലഭ്യമാക്കുകയുമായിരുന്നു എന്ന് MLA കെ പ്രേംകുമാർ പറഞ്ഞു. കടമ്പഴിപ്പുറം മേഖലയിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വൈദ്യുതി രംഗത്തെ ഒരു പ്രശ്നമായിരുന്നു അതിന്റെ പരിഹാരമായിട്ടുള്ള കടമ്പഴിപ്പുറം സബ്സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത്. കാഞ്ഞിരപ്പുഴ ഇറിഗേഷന്റെ സ്ഥലത്ത് സമീപത്തുള്ള വിവിധ ഇലക്ട്രിസിറ്റി ഓഫീസുകളുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കേന്ദ്രം എന്ന നിലയ്ക്ക് KSEB സബ്സ്റ്റേഷൻ ആരംഭിക്കണമെന്ന ആവശ്യം MLA എന്ന നിലയിൽ നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിക്കുകയെല്ലാം ചെയ്യുകയുണ്ടായിട്ടുണ്ട്. തുടർന്ന് നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾക്കൊടുവിൽ ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി, നമ്മുടെ ജില്ലക്കാരൻ കൂടിയായിട്ടുള്ള ശ്രീ കെ കൃഷ്ണൻകുട്ടി അവറുകളുടെ എല്ലാം നല്ല പിന്തുണയോടും സഹകരണത്തോടും കൂടി 5.46 കോടി രൂപ ചെലവിൽ നമുക്ക് സബ്സ്റ്റേഷൻ ഭരണാനുമതി ലഭിച്ച് അത് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. ഈ വരുന്ന ഫെബ്രുവരി മാസം 27 വൈകിട്ട് 3 മണിക്ക് അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ വന്ന് നിർവഹിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രദേശത്തെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിന് മാത്രമല്ല, ജനങ്ങൾക്ക് തുടർച്ചയായി ഒരു നിലയിലുള്ള തടസ്സവുമില്ലാതെ നിലവാരമുള്ള നല്ല വൈദ്യുതി പൂർണ്ണമായും എത്തിക്കാൻ കഴിയുന്ന മെച്ചപ്പെട്ട സൗകര്യം ലഭിക്കുന്ന ഒന്നായി ഈ സബ്സ്റ്റേഷന്റെ വരവോടുകൂടി മാറും എന്നുള്ള ആത്മവിശ്വാസമാണ് ഈ സന്ദർഭത്തിൽ പ്രകടിപ്പിക്കുന്നത്.
നാടിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊപ്പം ഊർജ്ജരംഗത്തെ മണ്ഡലത്തിലെ സുപ്രധാനമായ ഒരു ആവശ്യം ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ നിറവേറ്റാൻ സാധിക്കുന്നതിൽ വലിയ സന്തോഷവും അഭിമാനവുമുണ്ടെന്നും MLA കൂട്ടിച്ചേർത്തു. സബ്സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നതോടെ കടമ്പഴിപ്പുറത്തെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് കൂടുതൽ മികച്ച രീതിയിലുള്ള വൈദ്യുതി സേവനം ലഭ്യമാകും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് സമ്മേളനം ശനിയാഴ്ച നടക്കും. സമ്മേളനം K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ ശ്രീകൃഷ്ണപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9:30 ശ്രീകൃഷ്ണപുരം ബസ് സ്റ്റാൻഡിൽ നിന്നും പെൻഷൻകാരുടെ പ്രകടനം നടക്കും. 10 സംഗീത ശില്പം ഓഡിറ്റോറിയത്തിൽ സമ്മേളനം നടക്കും. ഉച്ചയ്ക്ക് പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി NP കോമളം ഉദ്ഘാടനം ചെയ്യും. 205 പ്രതിനിധികൾ പങ്കെടുക്കും. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ KSSPUവിൻ്റെ 34ാമത് വാർഷിക സമ്മേളനം ശ്രീകൃഷ്ണപുരം ബ്ലോക്കിൻ്റെ ഈ വരുന്ന ഫെബ്രുവരി 28-ന് സംഗീതശില്പം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. KSSPU എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ പെൻഷൻകാരെയും ഉൾക്കൊള്ളുന്ന, അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതി മത ചിന്തകൾക്ക് അതീതമായി, അവർ ജോലിയിരിക്കുമ്പോൾ വഹിച്ച പദവികൾക്കെല്ലാം അതീതമായി എല്ലാ പെൻഷൻകാരെയും ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ സംഘടനയാണ്. 1992 മെയ് മാസത്തിലാണ് ഈ സംഘടന രൂപീകരിച്ചത്. അന്ന് നിലവിലുണ്ടായിരുന്ന 3 സംഘടനകൾ, കേരള സ്റ്റേറ്റ്സ് പെൻഷനേഴ്സ് അസോസിയേഷൻ, സമാജ് ഓർഗനൈസേഷൻ, ഈ 3ഉം സംയോജിച്ചുകൊണ്ടാണ് KSSPU ഉണ്ടായത്. അന്നൊരു 1,00,000-ഓളം മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ മെമ്പർഷിപ്പ് സ്ക്രൂട്ടിനി നടത്തിയപ്പോൾ 3,18,299 മെമ്പർഷിപ്പായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി O. മോഹൻദാസ്, ബ്ലോക്ക് പ്രസിഡന്റ് K. വാസുദേവൻ, ബ്ലോക്ക് സെക്രട്ടറി K. രാജഗോപാലൻ, M. മോഹനകുമാരൻ എന്നിവർ പങ്കെടുത്തു. മണ്ണാർക്കാട് പൂരത്തോടനുബന്ധിച്ച് നൽകുന്ന ആലിപ്പറമ്പ് ശിവരാമ പൊതുവാൾ സ്മാരക വാദ്യ പ്രവീണ പുരസ്കാരം സമർപ്പിച്ചു. ജില്ലാ ജഡ്ജി ജോമോൻ ജോണിൽ നിന്ന് ഇടയ്ക്ക കലാകാരൻ തിരുവില്ലോമല ഹരി പുരസ്കാരം ഏറ്റുവാങ്ങി. N. ഷംസുദ്ദീൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആലിപ്പറമ്പ് ശിവരാമ പൊതുവാൾ ഓർമ്മയ്ക്കായാണ് മണ്ണാർക്കാട് പൂരാഘോഷ കമ്മിറ്റി പുരസ്കാരം ഏർപ്പെടുത്തിയത്. ശില്പവും പ്രശസ്തിപത്ര സമർപ്പണവും ജഡ്ജി ജോമോൻ ജോൺ നിർവഹിച്ചു. ചടങ്ങ് മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കടന്നു വന്ന വിവിധ ജനസമൂഹങ്ങൾ, വ്യത്യസ്തമായ ആചാര സമ്പ്രദായങ്ങളുള്ള ജനവിഭാഗങ്ങൾ, അവരെയൊക്കെ ആദരിക്കുന്ന ചെട്ടിവേല പോലുള്ള ചടങ്ങുകൾ ഈ പൂരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഈ നാടിനെ മൊത്തം ഉൾക്കൊള്ളുന്നതാണ് ഈ പൂരം എന്നുള്ളതാണ് ഈ പൂരത്തിൻ്റെ ഒരു സവിശേഷത. അത് നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകവും അത് തന്നെയാണ്. എല്ലാത്തിനെയും ഉൾക്കൊണ്ടു ഭാരതാംബ എന്നുള്ളതാണ് ഇന്ത്യ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ആര്യ ദ്രാവിഡ സംസ്കാരങ്ങളുടെ സംഗമഭൂമിയാണ് നമ്മുടെ വിശുദ്ധമായ ഈ മണ്ണ്. എന്നാൽ ലോകത്തുള്ള എല്ലാ സംസ്കാരങ്ങളും അതിൻ്റെ പ്രതിനിധികളും ഈ മണ്ണിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവരെയൊക്കെ ഈ സംസ്കാരം ഉൾക്കൊണ്ടിട്ടുണ്ട്. ലോകത്ത് പിറവിയെടുത്ത എല്ലാ മതങ്ങളും, ഒരുപാട് മതങ്ങളെ നമുക്ക് എണ്ണി പറയാൻ സാധിക്കും, അവരൊക്കെ ഇന്ത്യൻ സംസ്കൃതിയിലേക്ക് കടന്നു വന്നു. ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി KM ബാലചന്ദ്രൻ ഉണ്ണി പൊന്നാട അണിയിച്ചു. ഡോക്ടർ NP വിജയകൃഷ്ണൻ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. ഡോക്ടർ AP രാധാകൃഷ്ണൻ ക്യാഷ് അവാർഡും നൽകി. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ SP ഫിറോസ് M. ഷഫീഖ്, സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ P. ഗിരീഷ്, ആധ്യാത്മിക പ്രഭാഷകൻ PM വ്യാസൻ, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ജേതാവ് അഞ്ജു സജീവ്, പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാര ജേതാവ് P. മുഹമ്മദ് സിനാൻ, സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ മണ്ണാർക്കാടിന്റെ ചരിത്രം എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിച്ച വിഭജിക എന്നിവരെ പൂരാഘോഷ കമ്മിറ്റി ആദരിച്ചു. പ്രസിഡന്റ് KC സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. പൂരാഘോഷ കമ്മിറ്റി ജനറൽ സെക്രട്ടറി M. പുരുഷോത്തമൻ, മണ്ണാർക്കാട് നഗരസഭാ ചെയർപേഴ്സൺ സജ്ജന സത്താർ, പാലക്കാട് അഡീഷണൽ SP TS സനോജ്, ചെർപ്പളശ്ശേരി രാജാനന്ദ്, കൗൺസിലർമാരായ ഷീബ, K. ചന്ദ്രശേഖരൻ, പൂരാഘോഷ കമ്മിറ്റി ട്രഷറർ MS വിജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തോടനുബന്ധിച്ച് പൂരത്താലപ്പൊലി കമ്മിറ്റി ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. K. പ്രേംകുമാർ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു.
ചിനക്കത്തൂർ ദേവി കലാനിധി പുരസ്കാരം നടിയും നർത്തകിയുമായ രചന നാരായണൻകുട്ടി ഏറ്റുവാങ്ങി. വിദ്യാഭ്യാസ വിചക്ഷണൻ ഡോക്ടർ KS മേനോൻ അർഹനായ ചിനക്കത്തൂർ വരദ പുരസ്കാരം അദ്ദേഹത്തിന്റെ പ്രതിനിധി KE മോഹൻദാസ് ഉണ്ണിയും ഏറ്റുവാങ്ങി. ചടങ്ങിൽ തിമില കൊമ്പ് കലാകാരൻ അരവിന്ദാക്ഷൻ എന്ന മംഗലം മണിയെ ആദരിച്ചു. ആദരായണം K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ നല്ല പാട്ട് അതാസ്വദിക്കാൻ, നല്ല അഭിനയം അതാസ്വദിക്കാൻ, അതുപോലെ തന്നെ നല്ല നൃത്തം അതാസ്വദിക്കാൻ, നൃത്തം തന്നെ തിരുവാതിരക്കളിയാണെങ്കിൽ അതാസ്വദിക്കാൻ പറ്റണം. ഭരതനാട്യമാണെങ്കിൽ അത് താല്പര്യമുണ്ടെങ്കിൽ ആസ്വദിച്ചാൽ മതി. ഭരതനാട്യം ഇഷ്ടമില്ലാത്തവർ അത് കാണണമെന്ന് നിർബന്ധം പിടിക്കേണ്ടതില്ല. നല്ല ഒപ്പന കണ്ടാൽ അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റണം. താലപ്പൊലി കമ്മിറ്റി പ്രസിഡന്റ് KPN കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി. ഒറ്റപ്പാലം നഗരസഭ ഉപാധ്യക്ഷൻ K രാജേഷ്, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് PN ബാലഗോപാൽ, താലപ്പൊലി കമ്മിറ്റി സെക്രട്ടറി T കാളിദാസ്, V രാജേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പാലാ കമ്മ്യൂണിക്കേഷൻസിന്റെ ഗാനമേള നടന്നു. തച്ചനാട്ടുകര സമഗ്ര കുടിവെള്ള പദ്ധതിയിൽ നിന്നും കോട്ടോപ്പാടം, അലനല്ലൂർ പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനായി നാട്ടുകൽ ഭീമനാട് പാതയിൽ ചേപ്പിലായി ഭാഗത്ത് പൈപ്പിടൽ പ്രവൃത്തികൾ ആരംഭിച്ചു. വയലുകൾ വരുന്ന ഈ ഭാഗത്ത് 130 മീറ്റർ ദൂരത്തിൽ റോഡ് നെടുകെ മുറിച്ചാണ് പൈപ്പുകൾ വിന്യസിക്കുന്നത്. പ്രവൃത്തികൾ മൂലം റോഡിനുണ്ടാകുന്ന കേടുപാടുകൾ പരിഹരിക്കാൻ പൊതുമരാമത്ത് വകുപ്പിൽ 1.78 കോടി രൂപ ജല അതോറിറ്റി കെട്ടിവച്ചിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതി വൈകിയതിനെ തുടർന്ന് തടസ്സപ്പെട്ടിരുന്ന ഈ ഭാഗത്തെ പ്രവൃത്തികൾ ജല അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും സംയുക്ത പരിശോധന നടത്തിയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. വയലുകൾ വരുന്ന ഈ ഭാഗത്ത് 130 മീറ്റർ ദൂരത്തിൽ റോഡ് മുറിച്ചാണ് പൈപ്പുകൾ വിന്യസിക്കുന്നത്. ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾ ഒരാഴ്ചയോടെ പൂർത്തീകരിക്കാനാണ് അധികൃതരുടെ ശ്രമം. തച്ചനാട്ടുകര, കോട്ടോപ്പാടം, അലനല്ലൂർ എന്നീ 3 പഞ്ചായത്തുകളിലെ 22,000 വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനായി 201 കോടി രൂപ ചെലവിലാണ് തച്ചനാട്ടുകര സമഗ്ര കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നത്. ചേത്തല്ലൂർ മുറിയങ്കണ്ണിപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കുടിവെള്ള പദ്ധതിക്കായി നാട്ടുകൽ തേങ്ങാക്കണ്ടമലയിൽ 66 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ജലസംഭരണി നിർമ്മിക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് കോട്ടോപ്പാടം, അലനല്ലൂർ ഭാഗങ്ങളിലേക്കും ജലവിതരണം നടത്തുക. ഇതിനായി പാലക്കാട് കോഴിക്കോട് ദേശീയപാതയ്ക്ക് സമീപം നാട്ടുകൽ 55 മൈൽ ഭീമനാട് റോഡ് ആരംഭിക്കുന്നതിൻ്റെ ഇടതുവശത്തായി അലനല്ലൂർ പഞ്ചായത്തിലേക്ക് 700 മില്ലിമീറ്റർ വ്യാസമുള്ളതും മറുവശത്ത് കോട്ടപ്പാടം പഞ്ചായത്തിലേക്കായി 500 മില്ലിമീറ്റർ വ്യാസമുള്ള പൈപ്പുകളും നേരത്തെ സ്ഥാപിച്ചിട്ടുണ്ട്. ആകെ 3.300 കിലോമീറ്റർ ദൂരം വരുന്ന റോഡിൻ്റെ ഇരുവശത്തുമായി പൈപ്പുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് ആരംഭിച്ചത്. പ്രവൃത്തികൾ മൂലം റോഡിനുണ്ടാകുന്ന കേടുപാടുകൾ പരിഹരിക്കാൻ പൊതുമരാമത്ത് വകുപ്പിൽ 1.78 കോടി രൂപ ജല അതോറിറ്റി കെട്ടിവച്ചിട്ടുണ്ട്. 2 മാസം കൊണ്ട് പൂർത്തീകരിക്കാനായിരുന്നു ശ്രമമെങ്കിലും സാങ്കേതിക തടസ്സങ്ങളാൽ നീണ്ടുപോവുകയായിരുന്നു. ഒത്തൊരുമയുടെയും പരസ്പര സ്നേഹത്തിന്റെയും സന്ദേശം വിളംബരം ചെയ്ത് MSS ജില്ലാ കമ്മിറ്റിയുടെ ഇഫ്താർ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. നാട്ടുകൽ കാരുണ്യ അഗതി മന്ദിരത്തിൽ നടന്ന സംഗമം MSS സംസ്ഥാന പ്രസിഡന്റ് നിയാസ് പുളിക്കലകത്ത് ഉദ്ഘാടനം ചെയ്തു. വ്രതം ആത്മശുദ്ധിക്ക് എന്ന പ്രമേയത്തിൽ റംസാൻ ക്യാമ്പയിന്റെ ഭാഗമായാണ് നാട്ടുകൽ കാരുണ്യ അഗതി മന്ദിരത്തിൽ നോമ്പുതുറ സംഘടിപ്പിച്ചത്. മതസഹിഷ്ണുതയ്ക്കും സാംസ്കാരിക ഐക്യം ശക്തിപ്പെടുത്താനും MSS മുന്നിട്ടിറങ്ങുമെന്ന് നിയാസ് പുളിക്കലകത്ത് പറഞ്ഞു. മനുഷ്യരെ സ്നേഹിക്കുവാനും ഒരു മനുഷ്യനോടും വെറുപ്പില്ലാത്ത മനസ്സിന്റെ ഉടമകളാക്കുവാനും അവനവൻ വിശ്വസിക്കുന്നത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുവാൻ ചിലർക്ക് അവകാശമുണ്ട്. അവനന്റെ വിശ്വാസം ഒരിക്കലും തെറ്റല്ല എന്ന് ഉറക്കെ നമുക്ക് മനസ്സിനെ പഠിപ്പിക്കുവാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളത് ഒരു നല്ല മനുഷ്യന്റെ ഏറ്റവും വലിയ കടമയാണ്. MSS ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഹമീദ് കൊമ്പത്ത് അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് TS നിസാമുദ്ദീൻ റംസാൻ സന്ദേശം നൽകി. കാരുണ്യ ചെയർമാൻ KP മുഹമ്മദ് അലി ഹാജി, ജില്ലാ ജനറൽ സെക്രട്ടറി P ഹസൻ ഹാജി, ട്രഷറർ KP അബ്ദുൽ നാസർ, അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഹബീബുള്ള അൻസാരി, തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ K ഹംസ, AK വിനോദ്, N അസ്മ ഫാത്തിമ തുടങ്ങിയവർ പങ്കെടുത്തു. റംസാൻ കിറ്റ് വിതരണം, ക്യാൻസർ, വൃക്ക രോഗികൾക്കുള്ള ചികിത്സാ സഹായം എന്നിവ ക്യാമ്പയിന്റെ ഭാഗമായി നടക്കും. ISM പാലക്കാട് ജില്ലാ തസ്കിയത്ത് സംഗമം മാർച്ച് 1 ഞായറാഴ്ച ചെറുപ്പശ്ശേരി ചൈതന്യ കൺവെൻഷൻ സെന്ററിൽ നടക്കും. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1000-ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാവിലെ 9:30 മുതൽ വൈകുന്നേരം വരെ നീണ്ടുനിൽക്കുന്ന പരിപാടികളാണ് ISM ജില്ലാ തസ്കിയത്ത് സംഗമത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. ISM സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹാസിൽ മുട്ടിൽ സംഗമം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ അഹമ്മദ് സാബിക് AK അധ്യക്ഷനാകും. KNM ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് ചതുരാല, ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂർ, ഡോക്ടർ ഹവ്വ KP, റിഹാസ് പുലാവുന്തോൾ തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ സംസാരിക്കും. പുതിയ കാലത്തെ തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബത്തെ ചേർത്ത് നിർത്താനും
ന്യൂജൻ തലമുറയെ നന്മയുടെ വഴിയിലേക്ക് നയിക്കാനും വിദ്യാഭ്യാസ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങളെ തിരിച്ചറിയാനും പരിഹാരം കണ്ടെത്താനും ദൈവവിശ്വാസമാണ് ജീവിതത്തിൻ്റെ സമാധാന വഴി തുടങ്ങി നിരവധി സെഷനുകൾ സംഗമത്തിൽ നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇന്ന് സമൂഹത്തിൽ നടന്ന കുറേ പ്രയാസങ്ങളുണ്ട്. മനുഷ്യർ പ്രത്യേകിച്ച് കുടുംബ വിഷയങ്ങളിൽ വലിയ തകർച്ചയും വളർന്നു വരുന്ന തലമുറയിൽ സമൂഹത്തിനുള്ള വലിയ ഭയാനകമായ അവസ്ഥയും ഇന്ന് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. ആ വിഷയങ്ങളെ മുൻനിർത്തിയാണ് ഈ വർഷം ISM പാലക്കാട് ജില്ലാ സമിതി തസ്കിയത്ത് സംഗമവും ഇഫ്താർ സംഗമവും സംഘടിപ്പിക്കുന്നത്. വിവിധ സെഷനുകളായി കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. കുടുംബം എന്നത് നമ്മുടെ ഒരു വലിയ സംസ്കാരമാണ്. ഇന്ന് ആ കുടുംബത്തെ തകർത്ത് കളയുന്ന കുറേ ആശയങ്ങളും ചിന്താധാരകളും വലിയ രീതിയിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആ ചിന്തകൾ കൊണ്ടോ അല്ലെങ്കിൽ അത്തരം ആശയങ്ങൾ കൊണ്ടോ മനുഷ്യരുടെ ജീവിതത്തിൽ എപ്പോഴും പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാത്രമാണ്. സ്വൈര്യമായ സ്വസ്ഥമായ ജീവിതം മനുഷ്യർക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഇല്ലാത്തൊരു സാഹചര്യത്തിലൂടെ നിത്യേന നമ്മൾ വാർത്തകളിലൂടെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിന് പരിഹാരം? എങ്ങനെയാണ് ഒരു കുടുംബത്തെ വളരെ കൃത്യമായി സമാധാനപരമായ ജീവിതത്തിലേക്ക് നയിക്കാൻ സാധ്യമാവുക? അബ്ദുൾ റഷീദ് മാസ്റ്റർ, ഡോക്ടർ സലീം ചെർപ്പളശ്ശേരി, PT റിയാസ് സുല്ലമി, ഷഫീഖ് അസരി, അബ്ദുൽ സലീം C എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പട്ടാമ്പി ബ്ലോക്ക് പരിധിയിലെ പഞ്ചായത്തുകളിൽ കിഴങ്ങുവർഗ്ഗ കൃഷി പ്രോത്സാഹനം ലക്ഷ്യമിട്ട് കർഷക ഗ്രൂപ്പുകൾക്ക് കിഴങ്ങുവിള കിറ്റ് വിതരണം തുടങ്ങി. കിഴങ്ങുവർഗ്ഗ കൃഷി കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ബ്ലോക്ക് പരിധിയിലെ 230 കർഷക ഗ്രൂപ്പുകൾ മുഖേനയാണ് പദ്ധതി നടപ്പാക്കുന്നത്. മഞ്ഞൾ, ഇഞ്ചി, ചേന, ചേമ്പ് ഉൾപ്പെടെയുള്ള കിഴങ്ങുവിള കിറ്റാണ് നൽകുന്നത്. 7.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൊപ്പത്ത് നടന്ന ചടങ്ങിൽ കിഴങ്ങുവിള കിറ്റ് വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് ഉദ്ഘാടനം ചെയ്തു. അയൽ സംസ്ഥാനങ്ങളെയൊക്കെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ പച്ചക്കറികളായാലും അതേപോലെ തന്നെ ഇത്തരം ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ അവിടുന്ന് കൊണ്ടുവരുന്ന ഒരവസ്ഥയായിരുന്നു. അതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാർഷിക രംഗത്ത് സ്വയം പര്യാപ്തി നേടുന്നതിനുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മൾ ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്പെടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഇത്തരത്തിലുള്ള 2025-26 നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് വിഭാവനം ചെയ്ത ഒരു പദ്ധതിയുടെ ഈ പഞ്ചായത്തിലെ ഉദ്ഘാടനമാണ് ഇതിലാണ് നമ്മളൊക്കെ ഏർപ്പെട്ടിരിക്കുന്നത്. കാർഷിക രംഗത്തെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നിരവധികളായ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് ചേമ്പ്, ചേന, അതേപോലെ തന്നെ ഇഞ്ചി, അതേപോലെ മഞ്ഞൾ തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളുടെ ഒരു കൃഷി നമ്മുടെ നാട്ടിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏറ്റെടുത്ത് നടത്താൻ സഹായകരമായ അല്ലെങ്കിൽ പദ്ധതികൾ ഒക്കെ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. ഇവിടെ കുടുംബശ്രീ വനിതാ ഗ്രൂപ്പുകൾക്ക് അതിനുള്ള സഹായകരമായ വിത്ത് വിതരണം ചെയ്യാനാണ് ചേമ്പ് വിത്തായാലും ചേനയായാലും അതേപോലെ തന്നെ മറ്റ് ഈ കിഴങ്ങ് വർഗ്ഗത്തിലുള്ള വിത്തുകൾ വിതരണം ചെയ്യാൻ ആണ് ആ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ കാർഷിക രംഗത്ത് കേരളം ഒരു സ്വയം പര്യാപ്തയിലേക്ക് പോകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് TV വത്സല അധ്യക്ഷയായി. പട്ടാമ്പി ADM K വൃന്ദ പദ്ധതി വിശദീകരണം നടത്തി. കൃഷി ഓഫീസർ NG മേഘ, വൈസ് പ്രസിഡന്റ് V അജയ് ഘോഷ്, KP ഷീജ, M രാജൻ, AK മുഹമ്മദ് ഹനീഫ, BM അമല, P ജാസ്നി, K ബീന തുടങ്ങിയവർ സംസാരിച്ചു. കുമരംപുത്തൂർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം പാലിയേറ്റീവ് രോഗികൾക്കുള്ള റംസാൻ കിറ്റ് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K സ്മിത ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് കുമരംപുത്തൂർ പാലിയേറ്റീവ് രോഗികൾക്കുള്ള 170 കിറ്റുകളാണ് ചടങ്ങിൽ വിതരണം ചെയ്തത്. അരി, അരിപ്പൊടി, പലചരക്ക് സാധനങ്ങൾ ഉൾപ്പെടെ 10ഓളം ഐറ്റം ഉൾപ്പെട്ട കിറ്റാണ് നൽകിയത്. പാലിയേറ്റീവ് നഴ്സ് സീനത്ത് നേതൃത്വം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് K സ്മിത ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ വർഷവും ഇങ്ങനെ ഇത് നടത്താറുണ്ട്. ഞാൻ അതിലൊക്കെ പങ്കാളിയാവുന്ന ഒരാൾ കൂടിയാണ്.
എപ്പോഴും നമുക്ക് നോമ്പ് തുടങ്ങുന്ന ഈ സമയത്തേക്ക് അങ്ങോട്ട് എത്തിക്കിട്ടാറില്ല. എന്നാലും ഞങ്ങൾ സീനത്തും എല്ലാവരും കൂടിയിട്ട് അത് നോമ്പ് കഴിയുന്നതിൻ്റെ മുന്നേ തന്നെ ഈ ഒരു സംവിധാനം നമ്മൾ നടത്തി പോരുന്നതാണ്. ഇപ്പോഴും അത് എത്രയും വേഗത്തിൽ ഇപ്പോൾ നോമ്പ് ഇപ്പോൾ ആയിട്ടുള്ളൂ. അത്ര ആവുമ്പോഴേക്കും തന്നെ ഇത് കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അതുപോലെ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് മാഷൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓരോ ആളുകളുടെ സുമനസ്സുകളുടെയും അതുപോലെ ഇതിന് കഠിന പ്രയത്നം ചെയ്തത് നമ്മുടെ പാലിയേറ്റീവ് സീനത്ത് തന്നെയാണ്. അവളെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. ഇത് തുടക്കത്തിൽ തന്നെ ഇപ്പോൾ നമ്മളൊരു കുടുംബ സംഗമം നടത്തി അതിന് പിന്നാലെ തന്നെ ഇതും കൊടുക്കണം എന്നുള്ള ആവശ്യം വന്നതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും. അവൾ അതിന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് എത്രയും വേഗത്തിൽ നടപ്പാക്കിയതിന് ഇതിന് പിന്നിൽ നിന്നിട്ടുള്ള എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജി സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഞങ്ങളുടെ കൂടെയൊക്കെ ഇതര മതസ്ഥരും പങ്കെടുക്കുന്നതായി എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന ഈ കേരള മണ്ണിൽ ഇതിവിടെ മാത്രമാണ് നമുക്ക് ദർശിക്കാൻ വേണ്ടി കഴിയും. ഇന്ത്യയിൽ എവിടെയും കാണാത്ത ഒരു മതേതരത്വ സ്വഭാവമുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. എന്തായാലും ഇവിടെ നമ്മുടെ കുടുംബാംഗങ്ങളോടൊപ്പം ഈ നാട് മുഴുവൻ നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതിനോടൊപ്പം തന്നെ കുമരമുത്തൂർ ഭരണസമിതിയും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പല തവണ. മെഡിക്കൽ ഓഫീസർ അബ്ദുൾ റഷീദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ മുഹമ്മദ് ഷമീർ, പഞ്ചായത്ത് അംഗം ഷമീറ, PHI സുനിൽ, JHI ജെ വിനോദ് എന്നിവർ പ്രസംഗിച്ചു. വീണ്ടും ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. കണ്ണൂരിൽ KSU കരിങ്കൊടി പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരിക്കേറ്റതിൽ പ്രതിഷേധിച്ച് SFI പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. പ്രതിഷേധ യോഗം SFI മലപ്പുറം ജില്ലാ സെക്രട്ടറി ആദിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഷിഹാബ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഗോകുൽ, ഏരിയ സെക്രട്ടറി യദു തുടങ്ങിയവർ സംസാരിച്ചു. ഇത് ഒരു കാരണവശാലും മറക്കില്ല, പൊറുക്കില്ല. ശക്തമായ തിരിച്ചടി ഇതിനുണ്ടാകുമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ പ്രതിഷേധങ്ങൾക്കെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി സമരരംഗത്തുണ്ടാകണം. ശ്രീകൃഷ്ണപുരം വനിതാ സഹകരണ സംഘം ഓഫീസ് അമ്പാടി ജംഗ്ഷന് സമീപമുള്ള സ്ക്വയർ ബിൽഡിംഗിലെ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റുന്നു. ശനിയാഴ്ച രാവിലെ 9-ന് കെ പ്രേംകുമാർ MLA ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് P അരവിന്ദാക്ഷൻ സ്ട്രോങ് റൂം ഉദ്ഘാടനം ചെയ്യും. സംഘം പ്രസിഡന്റ് V രമ അധ്യക്ഷയാകും. സംഘത്തിന്റെ വനിതാ ശിങ്കാരിമേളം ഗ്രൂപ്പിന്റെ അരങ്ങേറ്റവും നടക്കും. 1992-ലാണ് സംഘം പ്രവർത്തനം തുടങ്ങിയത്. വാർത്താസമ്മേളനത്തിൽ സംഘം പ്രസിഡന്റ് V രമ, വൈസ് പ്രസിഡന്റ് M ആഷ, ഡയറക്ടർ PS ആതിര, സെക്രട്ടറി P വാസിനി എന്നിവർ സംസാരിച്ചു. ശ്രീകൃഷ്ണപുരം ആസ്ഥാനമാക്കി 1992 പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനമാണ് ശ്രീകൃഷ്ണപുരം വനിതാ സൊസൈറ്റി. സ്ത്രീകൾക്ക് മാത്രം അംഗത്വം എടുത്തുകൊണ്ട് ആണ് ഞങ്ങളുടെ സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. എന്നാലും A ക്ലാസ്, C ക്ലാസ് അംഗങ്ങൾക്ക് RDകൾ, SBകൾ, FD, അതേപോലെ NNDകൾ, മന്ത്ലി സേവിങ്സ് സ്കീം, ഈ തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതേപോലെ സ്ത്രീകൾക്ക് മാത്രം ഹ്രസ്വകാല വായ്പ നൽകി വരുന്നുണ്ട്. കൂടാതെ കുടുംബശ്രീ ഗ്രൂപ്പുകൾക്ക് വായ്പ നൽകി വരുന്നു. ഇതോടൊപ്പം ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ ഒരു വനിതാ ഡ്രൈവിംഗ് സ്കൂള് നടത്തി വരുന്നുണ്ട്. ഇതിൽ വനിതകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഡ്രൈവിംഗ് പരിശീലനം സാധ്യമാക്കാം. അതേപോലെ തന്നെ വനിതാ ഇൻസ്ട്രക്ടർമാരുടെ നേതൃത്വത്തിൽ വനിതകൾക്ക് പരിശീലനം നൽകി വരുന്നു. ഏകദേശം 1200ഓളം ആളുകൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ട്. അന്തർദേശീയ റേഡിയോ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് താലൂക്ക് കമ്മിറ്റി പട്ടാമ്പി സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സഹകരണത്തോടുകൂടി കാഴ്ച പരിമിതർക്കുള്ള റേഡിയോ വിതരണവും റേഡിയോ ശ്രോതാക്കളുടെ സംഗമവും സംഘടിപ്പിച്ചു. ഉദ്ഘാടനവും റേഡിയോ വിതരണവും സൗത്ത് ഇന്ത്യൻ ബാങ്ക് AG MP അഭിലാഷ് നിർവഹിച്ചു. ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുത്ത 11 പേർക്ക് റേഡിയോ വിതരണം ചെയ്തു. KFB ജില്ലാ പ്രസിഡന്റ് VN ചന്ദ്രമോഹനൻ അധ്യക്ഷത വഹിച്ചു. C രാജഗോപാലൻ പള്ളിപ്പുറം മുഖ്യപ്രഭാഷണം നടത്തി.
അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മുരളീധരൻ വി ചേരാമംഗലം റേഡിയോ ദിന സന്ദേശം നൽകി. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന വേദികൾ എന്ന് പറയുന്നത് ഇതുപോലത്തെ ബാങ്കിന്റെ CSR ആക്ടിവിറ്റികളുടെ ഭാഗമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന വേദികൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു വേദി ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് തോന്നാം. സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് വിചാരിക്കും എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. തൃശ്ശൂർ ആസ്ഥാനമായി 1929 പ്രവർത്തനം തുടങ്ങിയ ഒരു ബാങ്കാണ്. ഇത് ഇന്ത്യ മുഴുവൻ ഏകദേശം 950 ബ്രാഞ്ചുകളുള്ള ഒരു ബാങ്കാണ്. അപ്പോൾ അതിൽ പാലക്കാട് ജില്ലയുടെ ചുമതല വഹിക്കുന്നത് ഞാനും ഒറ്റപ്പാലം ക്ലസ്റ്ററിന്റെ അതായത് ഒരു 15 ബ്രാഞ്ചുകളുടെ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് പ്രസാദുമാണ്. അപ്പം ഞങ്ങൾക്ക് ഈ സംഭവത്തിലേക്ക് ഞാൻ എത്തിപ്പെടാനുണ്ടായ കാര്യം ഡോക്ടർ മാഷ് പറഞ്ഞതുപോലെ നിങ്ങൾ ചന്ദ്രൻ മാഷ് എന്ന് വിളിക്കുന്ന രാമേന്ദ്രൻ മാഷ് എന്ന് വിളിക്കുന്ന ഞാൻ ചന്ദ്രമാമൻ എന്ന് വിളിക്കുന്ന രാമേന്ദ്രൻ മാഷ് ധ്രുവാണ്. ഈ സംഭവം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പൊതുവെ എല്ലാ വർഷങ്ങളിലും ഒരുപാട് CSR ആക്ടിവിറ്റീസ് CSR എന്ന് കേട്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കമ്പൽസറി സോഷ്യൽ സർവീസ് എന്ന് പറയുന്ന ബാങ്കിന്റെ ലാഭവിഹിതത്തിൽ ഒരു വിഹിതം നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യണം എന്ന് ഗവൺമെന്റ് മാൻഡേറ്റ് ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഇൻകം ടാക്സ് അടക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായും എല്ലാ വർഷങ്ങളിലും ഇങ്ങനെ ചെയ്യാറുണ്ട്. പൊതുവേ ചെയ്തു വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായിട്ട് വല്ല സ്കൂളുകളിലോ കോളേജുകളിലോ സപ്പോർട്ട് കൊടുക്കും. അപ്പോൾ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഏതെങ്കിലും അക്കൗണ്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ മറ്റ് ഹോസ്പിറ്റലുകൾക്ക് ആംബുലൻസിന്റെ കാര്യങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. നാഷണൽ സ്റ്റോറി ടെല്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് CR രാമചന്ദ്രനെ ചടങ്ങിൽ ആദരിച്ചു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഒറ്റപ്പാലം ക്ലസ്റ്റർ ഹെഡ് OM പ്രസാദ്, ആകാശവാണി നാടക കലാകാരനായ CR രാമചന്ദ്രൻ, മോഹൻ ചരപ്പറമ്പിൽ, തൃശൂർ ആകാശവാണി അനൗൺസർ രാജേഷ് ചുണ്ടമ്പറ്റ, KFB താലൂക്ക് ട്രഷറർ CS ലംബോദരൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് MK ഷെരീഫ്, J നരേന്ദ്രൻ, KFB താലൂക്ക് പ്രസിഡന്റ് C പഴനിയപ്പൻ, താലൂക്ക് സെക്രട്ടറി KA മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. കടമ്പഴിപ്പുറം വായില്യാങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ 3ാം ദിവസമായ വ്യാഴാഴ്ച ഭഗവതിയുടെ പുറപ്പാട് ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഉച്ചയ്ക്ക് 1 മണിയോടെ കൊടിക്കീഴിൽ മേളം, നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ എന്നിവയ്ക്ക് ശേഷം ആറാട്ട് നടന്നു. രാവിലെ പന്തിരടി പൂജയ്ക്ക് ശേഷം പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ കാഴ്ചശീവേലിയും ഉണ്ടായി. ഓട്ടൻതുള്ളലും അരങ്ങേറി. രാത്രി 7 മണി മുതൽ ദ്വാരകാ കലാക്ഷേത്രത്തിലെ കലാകാരികൾ അവതരിപ്പിച്ച നൃത്തസന്ധ്യയും അരങ്ങേറി. ചെർപ്പളശ്ശേരിയിലെത്തുന്ന വഴിയാത്രക്കാർക്ക് നോമ്പുതുറ സൗകര്യമൊരുക്കി SKSSF. ദിവസവും ലഘുഭക്ഷണവും വെള്ളവും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടെയുള്ള നോമ്പുതുറയാണ് SKSSF വിഘായ ചെർപ്പളശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ ഇഫ്താർ ടെന്റിലൂടെ ദിവസവും വഴിയാത്രക്കാർക്ക് ഒരുക്കുന്നത്. ബസ് യാത്രക്കാർക്കും ജീവനക്കാർക്കും ഓട്ടോ തൊഴിലാളികൾക്കും ഉൾപ്പെടെ സഹായകമാണ് SKSSFന്റെ ഇഫ്താർ ടെന്റ്. ചെർപ്പളശ്ശേരി SKSSF വിക്കായയുടെ കീഴിൽ റംലാൻ 1 മുതൽ 30 വരെ നമ്മുടെ വിക്കായയുടെ ടീമായിട്ട് വഴിയാത്രക്കാർക്ക് വേണ്ടിയിട്ട് ഇഫ്താർ മീറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ യാത്രക്കാരും ബസ് യാത്രക്കാർക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് ഉപകാരപ്പെടുന്നത്. മറ്റു കടക്കാരാണെങ്കിലും മറ്റു ഒരുപാട് യാത്രക്കാർ ഇതുവഴി വന്ന യാത്രക്കാർക്ക് നമ്മൾ ഫ്രൂട്ട്സ് ആയിട്ടും മറ്റും ചെർപ്പളശ്ശേരി SKSSFന്റെ മേഖലയുടെ കീഴിൽ വിക്കായക്കാരാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചെർപ്പളശ്ശേരി നഗരസഭയിൽ വികസന സെമിനാർ. ബഹിഷ്കരിച്ച് പ്രതിപക്ഷമായ UDFും BJP കൗൺസിലറും. തങ്ങളുടെ പ്രതിനിധികളെ ക്ഷണിച്ചില്ലെന്ന് UDF കൗൺസിലർമാർ. വികസന സെമിനാർ രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റിയെന്നും ആരോപണം. ഒറ്റപ്പാലം നഗരസഭയിലും വികസന സെമിനാർ നടത്തി. വാർഡ് സഭകൾ മുഴുവനായും പൂർത്തിയാക്കാതെയാണ് വികസന സെമിനാർ നടത്തിയതെന്ന് UDF. സ്ഥലത്തേക്ക് പ്രതിഷേധ മാർച്ച്. കോടികൾ ചെലവഴിച്ച് നിർമ്മാണം നടത്തിയ മുണ്ടൂർ തൂത പാതയിൽ ദുരിതമൊഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ പാതയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. അശാസ്ത്രീയമായ നിർമ്മാണമാണ് കാരണമെന്ന് കോൺഗ്രസ്. മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ ഉദ്യാന നവീകരണം ഏറ്റെടുത്ത് കമ്പനി കരാർ വ്യവസ്ഥ ലംഘിച്ചതായി കണ്ടെത്തൽ. വ്യവസ്ഥയ്ക്കെതിരായി ഉദ്യാനത്തിലെ വരുമാനം കമ്പനി സ്വന്തമാക്കിയെന്നും ഈ തുക തിരിച്ചടയ്ക്കണമെന്നും ജലസേചന വകുപ്പ്. ഇനി ഉദ്യാനം നടത്തിപ്പ് ഇറിഗേഷൻ വകുപ്പ് നേരിട്ട് നടത്തും. പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ 5 വർഷം നടപ്പാക്കിയ കാര്യങ്ങൾ വെർച്വൽ ഷോയിലൂടെ അവതരിപ്പിച്ച നജീബ് കാന്തപുരം MLA. ക്ഷണിക്കപ്പെട്ടവർക്ക് മുന്നിലായിരുന്നു MLAയുടെ വെർച്വൽ ഷോ.
മണ്ഡലത്തിൽ നടപ്പാക്കിയ കാര്യങ്ങൾ ദൃശ്യങ്ങൾ സഹിതം വിവരിച്ച് MLA. മണർക്കാട് കുമരംപുത്തൂരിൽ പട്ടാപ്പകൽ യുവതിയുടെ സ്വർണ്ണമാല കവർന്നു. വയലിലൂടെ നടന്നു പോകുമ്പോഴാണ് അജ്ഞാതൻ 1.25 പവൻ വരുന്ന മാല കവർന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.